നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് വളരെ വ്യത്യസ്തമുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെ, ഇത് ചങ്കില ചൈനയെക്കുറിച്ചാണ്. ഇപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു സഖാവാണ് കേട്ടോ, ഞങ്ങൾ ഇലക്ഷനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇടതുപക്ഷ ചിന്താഗതിക്ക് ഉണ്ടായ ഒരു നഷ്ടത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായ തോൽവിയെക്കുറിച്ചൊക്കെ സംസാരിച്ച് അദ്ദേഹം കുറച്ച് വിഷമിച്ചു. ഉടനെ എന്നോട് പറഞ്ഞൊരു കാര്യം, കേരളത്തിൽ നമുക്ക് സീറ്റ് നഷ്ടപ്പെട്ടാൽ എന്താ, ചൈന ഉണ്ടല്ലോ എന്നാണ്. ഇത് കേട്ടപ്പോൾ ഞാൻ അന്താളിച്ചു പോയി. എന്താണ് ഇദ്ദേഹം ഈ പറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ടായി. ഇദ്ദേഹം ക്ലാസ് ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു സഖാവാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെടുക്കുകയുണ്ടായി. അതുതന്നെ ഞാൻ ഇവിടെയും പറയാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇതുപോലുള്ള ഒരുപാട് സഖാക്കൾ കേരളത്തിൽ ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ അവസരം അവരോട് ചൈനയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മളിപ്പോൾ ചൈനയെ അമേരിക്കയുടെ എതിർത്ത് നിൽക്കാൻ ശക്തിയുള്ള ഒരു രാജ്യമായിട്ട് പറയുകയാണെങ്കിൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് സത്യവുമാണ്. ഇപ്പോൾ അമേരിക്കയുമായിട്ട് എതിർത്ത് നിൽക്കാൻ ശക്തിയുള്ള രാജ്യങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ അത് ചൈന തന്നെയാണ്. അവരുടെ സാമ്പത്തിക ശേഷി, അവരുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള ഉന്നതിയിലേക്ക് പോകാൻ കഴിഞ്ഞത്, അങ്ങനെ മറ്റു പല കാര്യങ്ങളിലും അവർ വളരെ മുൻപിൽ തന്നെയാണ്. ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ നമ്മൾ ചൈനയുടെ പോളിസികളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യദ്രോഹി എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈന എന്ന് പറയുന്ന രാജ്യം നമ്മുടെ ശത്രു രാജ്യം ആണ് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. അവർ ഒരവസരം കിട്ടിയാൽ നമ്മുടെ രാജ്യത്തിലേക്ക് ഇൻവേഡ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ തന്നെ അരുണാചൽ പ്രദേശെല്ലാം അവരുടേതാണെന്നാണ് അവർ പറയുന്നത്. അതുകൂടാതെ നമ്മുടെ കയ്യിൽ നിന്നും കൈക്കലാക്കിയ അക്സായി ചീന അവരുടേതാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാജ്യം ഒരു ചാൻസ് കിട്ടിയാൽ എവിടെയെങ്കിലും നമ്മളെ ഉപദ്രവിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു ചാൻസ് നോക്കി നിൽക്കുന്ന ഒരു രാജ്യത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഒരു രാജ്യദ്രോഹം ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതെന്തെങ്കിലും ആകട്ടെ, ഞാൻ ചങ്കില ചൈനയിൽ എനിക്ക് പോകാനും അവിടെ വളരെ ഒരു നീണ്ട നാളുകൾ അവിടെ താമസിക്കാനും വർക്ക് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ലോക്കൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച് എനിക്ക് കുറച്ചൊരു ഐഡിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഐഡിയ വെച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നേരത്തെ, അതായത് ഞാൻ വളരെ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ അച്ഛന് കമ്മ്യൂണിസ്റ്റത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ അദ്ദേഹം 21 രാജ്യങ്ങൾ, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കൊരു 5-6 വയസ്സുള്ളപ്പോഴൊക്കെ പറഞ്ഞു തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനത്തോട് പറഞ്ഞിരുന്ന ഒരു രാജ്യമാണ് റഷ്യ, അത് കഴിഞ്ഞാൽ ചൈന. ഇപ്പോൾ നമ്മൾ റഷ്യയും ചൈനയും വെച്ച് നോക്കുകയാണെങ്കിൽ റഷ്യ എന്നും ഇന്ത്യക്കൊപ്പം നിന്നിരുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യക്ക് എന്ത് വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിന്ന ഒരു രാജ്യമാണ് റഷ്യ. നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല എന്ന് വേണം പറയാൻ. ചൈന ഇന്ത്യയെന്ന് മാത്രമല്ല മറ്റു പല രാജ്യങ്ങളുടെയും സ്ഥലങ്ങൾ കയ്യേറിയിട്ടാണ് അവരുടെ രാജ്യം ഒരു വിസ്തൃതമായ ചൈനയായിട്ട് അല്ലെങ്കിൽ ഗ്രേറ്റർ ചൈനയായിട്ട് മാറ്റിയിട്ടുള്ളത്. അതിലൊരു ഉദാഹരണമാണ് ടിബറ്റ്. ഓക്കെ, ടിബറ്റ് ചൈന കയ്യേറി വച്ചിരിക്കുന്ന ഒരു രാജ്യമാണ്, മീൻസ് ഒരു പ്രദേശമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്താണ് ടിബറ്റിൽ നിന്ന് ദലൈലാമ ഇന്ത്യയിലേക്ക് വരികയും നമ്മൾ അഭയം കൊടുത്തത് അവർക്ക് ഇഷ്ടപ്പെടാതെ അതൊരു യുദ്ധത്തിൽ എത്തിച്ചേരുകയും ചെയ്തത്. ആ യുദ്ധത്തിൽ ഒരുപാട് സ്ഥലം നമ്മുടെ കയ്യിൽ നിന്ന് അവർ പിടിച്ചെടുക്കുകയുണ്ടായി. അത് നമുക്ക് തിരിച്ച് തന്നിട്ടില്ല. പക്ഷേ ഇതിൽ നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അങ്ങനെ ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയത്ത് കേരളത്തിൽ ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആളുകൾ
ഇവിടുന്ന് പോയി കാശ്മീരിൽ ചെന്ന്, അതായത് ആ ലഡാക്ക് റീജിയനിൽ പോയിട്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞവർ വരെയുണ്ട്. ഇത് എന്നോട് പറഞ്ഞു തന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, നമ്മുടെ രാജ്യമല്ലേ ഇന്ത്യ, നമുക്കെതിരെ നമ്മൾ യുദ്ധം ചെയ്യുമോ എന്ന് ആ പ്രായത്തിൽ എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇന്നും നമ്മുടെ വലിയ വലിയ സഖാക്കൾക്കൊന്നും അത് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ രാജ്യത്തെക്കാളും വലുത് മറ്റൊരു രാജ്യത്തെ പാർട്ടിയാണ് എന്ന് ചിന്തിക്കുന്നവർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് എന്നറിയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ അതങ്ങനെയാണ്. അങ്ങനെ ആർക്കെങ്കിലും ഇനി ഇതെങ്ങാനും കേട്ടിട്ട് ഒരു ചെറിയ മാനസാന്തരം ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ വളരെ സന്തോഷം ഉള്ളവനും കൃതജ്ഞത ഉള്ളവനുമായിരിക്കും. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ചൈനയെക്കുറിച്ച് സംസാരിക്കാൻ ഉള്ളത് കൊണ്ട് കുറച്ച് പോയിൻ്റുകൾ നോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ചില പോയിൻ്റുകളൊക്കെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ റഷ്യ പോലൊരു രാജ്യത്തെ നമുക്ക് വിശ്വസിക്കാം, പക്ഷേ ചൈനയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ജവഹർലാൽ നെഹ്റു ചൈനയോട് ഒരു നല്ല ബന്ധമാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായതുകൊണ്ട് കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നതെങ്കിലും കോൺഗ്രസ് ഒരു സോഷ്യലിസ്റ്റ് അധിഷ്ഠിതമായ രാഷ്ട്രീയമാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്ന് സപ്പോർട്ടാണ് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നമുക്ക് കിട്ടിയത് തികച്ചും വ്യത്യാസത്തിലുള്ള ഒരു റെസ്പോൺസായിരുന്നു. നമുക്ക് കിട്ടിയ സ്ഥിരാംഗത്വം പോലും ചൈനയ്ക്ക് കൊടുത്തിട്ട് അവർ നമ്മൾക്ക് പണി തരികയാണ് ഉണ്ടായത്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് ചൈനയ്ക്കുള്ളത്. അവർക്ക് അവരുടെ രാജ്യം വികസിപ്പിക്കാൻ ഒരവസരം കിട്ടുകയാണെങ്കിൽ ബന്ധങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുകയില്ല എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ഞാൻ ചൈനയിൽ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. ചൈനയിൽ കുറവില്ലാത്ത ഒരു സമയം അവിടെ താമസിച്ചിട്ടുണ്ട്. അവിടെയുള്ള അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈനയിലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്. അപ്പോൾ പേര് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. പക്ഷേ ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളിൽ ഉള്ള ഇപ്പോൾ ഉള്ള തോട്ട് പ്രോസസ്സ് ഒരു കമ്മ്യൂണിസം ആണോ ഇല്ലയോ എന്ന് ഇവിടെയുള്ള ആളുകൾക്ക് അറിയില്ല. പക്ഷേ അവിടെയുള്ള ആളുകൾക്ക് അത് കറക്റ്റായിട്ട് അറിയാം. ഓർത്ത് നോക്കൂ, ചൈനയിലുള്ളത് ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ അവിടെയുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകളുടെ ചിന്താഗതി മറ്റ് തരത്തിലാകാം. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുണ്ട്, വലതുപക്ഷ ജനാധിപത്യ മുന്നണിയുണ്ട്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എന്തെങ്കിലും പോളിസികളിൽ നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് വലതുപക്ഷത്തെ തിരഞ്ഞെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പോളിസികൾ താല്പര്യമില്ലാത്തവർ ഓട്ടോമാറ്റിക്കായിട്ട് വലതുപക്ഷത്തിൻ്റെ അടുത്തുണ്ടാവും, വലതുപക്ഷത്തിൻ്റെ പോളിസിയിൽ താല്പര്യമില്ലാത്തവർ ഇടതുപക്ഷത്തിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ ചിന്താഗതികളെക്കുറിച്ചും അവരെങ്ങനെ ഇനി പെരുമാറും എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ചൈനയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. അവിടെ ഒരു പാർട്ടിയേ ഉള്ളൂ, അതിനുള്ളിൽ പല ചിന്താഗതികളിലുള്ള ആളുകളുണ്ട്. ആ പാർട്ടിയെ മാറ്റാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഉള്ളവരെല്ലാവരും തന്നെ ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിക്കാരാണ്. അതായത് കമ്മ്യൂണിസ്റ്റിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ആൾക്കാരാണ്. അവിടെ ബ്രൈബ് നടക്കുന്നുണ്ട്, അതായത് കൈക്കൂലി നടക്കുന്നുണ്ട്. അവിടെ ഒരുപാട് കറപ്ഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ രാഷ്ട്രീയത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും തന്നെ അവിടെ നടക്കുന്നുണ്ട്. അതും ഏകാധിപത്യത്തോട് നടക്കുന്നുണ്ട്. അതായത് ടോപ്പിലുള്ള ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണ് ചൈനയിൽ ഉള്ളത്. അത് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ ഉള്ള ആളുകളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന അറബ് രാജ്യങ്ങളിലൊക്കെ സ്വാതന്ത്ര്യം വളരെ കുറവാണ് എന്ന് പറയാറില്ലേ, അതിനേക്കാളും എത്രയോ കുറവാണ്. അവിടെ ഗവൺമെൻറ് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നടക്കും. ഇപ്പോൾ നമ്മൾ ഇറാനിലെ കാര്യം എടുക്കുക, അവിടെ സ്ത്രീകൾ ഒരു വലിയ സ്ട്രൈക്കൊക്കെ നടത്തുകയുണ്ടായി. അവിടെ കുറച്ച് പേരെയൊക്കെ അവർ ജയിലിലടക്കുകയുണ്ടായി, കുറേ പേര് മരിക്കുകയൊക്കെ ഉണ്ടായി.
പക്ഷേ ഇത് ചൈനയിലായിരുന്നു നടന്നിരുന്നെങ്കിൽ ഒറ്റ ഒരാളില്ലാതെ അവർ എല്ലാവരെയും വെടിവെച്ച് കൊല്ലുമായിരുന്നു. അതിനുള്ള ഒരു ഉദാഹരണമായിരുന്നു ടിയാൻമെൻ സ്ക്വയറിൽ നടന്ന വെടിവെപ്പ്. അവിടെ തടിച്ചുകൂടിയിരുന്ന എല്ലാ യുവാക്കളെയും ഒരാൾ ഒഴിവാക്കാതെ അവർ വെടിവെച്ച് കൊല്ലുണ്ടായി. അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് അന്ന് അവിടെ ഒരു സ്ട്രൈക്ക് നടത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള വളരെ ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ചൈന എന്ന് വേണം പറയാനായിട്ട്. അവിടെ ഉള്ള ആളുകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നും അവർ ആളുകളെയൊക്കെ സഹായിക്കാനും മനസ്സുള്ള ആളുകളൊക്കെയാണ്. അപ്പം എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ അവിടെ പോയപ്പോൾ അവിടെയുള്ള ഒരുപാട് ആളുകളുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളും അവിടെയുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെയുള്ള ആളുകളൊക്കെ വളരെ നല്ല ആളുകളാണ്, വളരെ നല്ല സ്വീറ്റായിട്ടുള്ള ആളുകളാണ്. നമ്മളെ ഒരുപാട് സഹായിക്കാൻ തയ്യാറാണ്, നമ്മുടെ കൂടെ മിങ്കിൾ ചെയ്യാനൊക്കെ അവർക്ക് വളരെ ഇഷ്ടമുള്ള ആളുകളാണ്. അപ്പോൾ ഞാൻ ചൈനീസ് വൻമതിലൊക്കെ കാണാൻ പോയപ്പോൾ ഏതാണ്ട് എനിക്ക് 150 കിലോമീറ്ററോളം യാത്ര ചെയ്യണമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ കാറെടുത്ത് ഫുൾ ഡേ ലീവ് എടുത്തിട്ട് എന്നെ ചൈനീസ് വൻമതിൽ കാണിക്കാനൊക്കെ കൊണ്ടുപോയുണ്ടായി. ഒരുപാട്, അതായത് എനിക്ക് ഫുൾ എൻ്റെ ചിലവുകളൊക്കെ എടുത്തിട്ട് അദ്ദേഹം ചെയ്യുകയുണ്ടായി. ഇപ്പം നമ്മളുടെ ഇവിടെ ബാംഗ്ലൂരൊക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരികയാണെങ്കിൽ, ഇപ്പം എന്നോട് റിക്വസ്റ്റ് ചെയ്താൽ തന്നെ ഞാനൊരു ടൂർ ഏജൻസിയെ കണക്ട് ചെയ്ത് കൊടുക്കുകയുള്ളൂ. നമ്മൾ തന്നെ പേഴ്സണലായിട്ട് പോയിട്ട് മൈസൂറോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തൊക്കെയോ കൂട്ടിക്കൊണ്ടുപോയില്ല. പക്ഷേ അവിടെയുള്ളവരെന്ന് പറഞ്ഞാൽ വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതായത് ദിവസവും ഞങ്ങളെ ലഞ്ചിന് പുറത്ത് കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. പുതിയ പുതിയ ഡിഷസൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഫുഡൊക്കെ വളരെ നല്ല ഫുഡുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഈ പാറ്റയും പാമ്പും ഒക്കെ ആണ് എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അങ്ങനെയൊന്നുമല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളുമുണ്ട്. പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല രസമുള്ള ഭക്ഷണമൊക്കെ അവിടെ അവൈലബിളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ വളരെ നല്ല ആളുകളാണ്. അവരുടെ പേഴ്സണലായിട്ടുള്ള ഇൻട്രസ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പാകിസ്ഥാനുമായിട്ടല്ല ഫ്രണ്ട്ഷിപ്പ് വേണ്ടിയിരുന്നത്, ഇന്ത്യയുമായിട്ട് വേണമായിരുന്നു എന്നാണ് അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകളുടെ ആഗ്രഹം. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ചിന്താഗതി വേറെ തരത്തിലാണ് എന്ന് വേണം പറയാനായിട്ട്. ഞാൻ ഈ ചൈനീസ് വൻമതിലിൽ എത്തിച്ചേർന്ന സമയത്ത് എനിക്ക് ആദ്യം തന്നെ കിട്ടിയൊരു ഷോക്കാണ്. അവിടെ ഒരു കല്ലിൽ എഴുതി വച്ചിരിക്കുന്നത് മുഹമ്മദ് അലി ജിന്ന അവിടെ വിസിറ്റ് ചെയ്യുകയും അവർ ഒരുപാട് പണം അത് ചൈനീസ് വൻമതിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൊടുത്തു എന്നും ഉള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഒരു പാകിസ്ഥാൻ്റെ കൊടിയും ചൈനയുടെ കൊടിയും ഒക്കെ എടുത്ത് വെച്ചിട്ട് ഒരു സ്മാരകം പോലെയൊക്കെ ഉണ്ട്. ഞാൻ ആലോചിച്ചു പോയി, പാകിസ്ഥാൻ എങ്ങനെയാണ് അവിടെ ചങ്ങാത്തം സ്ഥാപിച്ചത് എന്ന്. നമ്മുടെ ഒരു ഭരണാധികാരിക്ക് അങ്ങ് പോയി അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, ചൈനയും ഇന്ത്യയും ഒന്നിച്ച് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് ആ സമയത്ത് എനിക്ക് തോന്നുകയുണ്ടായി. ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ വേറൊരു കാര്യം, അപ്പോൾ നമ്മളൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഷേപ്പും അവിടെയുള്ള ആളുകളുടെ ലുക്കും വളരെ വ്യത്യാസമുള്ളതാണ്. അവിടെ നിന്ന് മാത്രമല്ല, അപ്പോൾ നമ്മൾ സിംഗപ്പൂർ, മലേഷ്യ, ഇന്തോനേഷ്യയിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരെ ഇന്ത്യൻ എന്നല്ല പറയുക, അല്ലെങ്കിൽ ഏഷ്യൻ എന്നല്ല പറയുക, നമ്മൾ ഹിന്ദു എന്നാണ് പറയുക. അപ്പോൾ ഒറിജിൻ ഹിന്ദു എന്നാണ് എഴുതുക. അല്ലാതെ നമ്മളെ ഏഷ്യൻ എന്ന് എഴുതാൻ അവർ അംഗീകരിക്കില്ല. അവരുടെ മനസ്സിൽ ഉള്ള കണ്ടീഷൻ വെച്ച് അവർ ഈ മംഗോളിയൻ ടൈപ്പ് ആളുകൾ, അതായത് കണ്ണൊക്കെ ചെറുതായിട്ട് മഞ്ഞ കളറുള്ള, അതായത് ചൈനീസുകാരെ പോലെ അല്ല ജപ്പനീസുകാരെ പോലെ ആ ഷേപ്പുള്ള ആൾക്കാരെയാണ് അവർ ഏഷ്യൻ എന്ന് കണക്ക് കൂട്ടുക. നമ്മളെ ഏഷ്യൻ എന്ന് കണക്ക് കൂട്ടില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഈ രാജ്യങ്ങളിൽ നമ്മൾ ഹിന്ദു എന്നാണ് എഴുതേണ്ടത്. ഏഷ്യൻ എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകും. ഓക്കെ, അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഓക്കെ, അപ്പം അത് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. ഇനിയിപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പേഴ്സണൽ എക്സ്പീരിയൻസിനെ പറ്റി ഞാൻ പറഞ്ഞു, വളരെ നല്ല ആൾക്കാരാണ്. അതേപോലെ തന്നെ ഞാൻ ഇന്ത്യയിൽ ഹുവാവേയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഹുവാവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൈനീസ് കമ്പനിയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരുപാട് പേര് വന്ന് ഇന്ത്യയിൽ താമസിച്ചിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു മനോഭാവത്തെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അത് ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ ഫ്രണ്ട്ലിയാണ്. അവർ അധികം മിങ്കിൾ ചെയ്യാൻ താല്പര്യം കാണിക്കുന്നവരല്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലി എനിക്കൊരു ആൻസർ ഉണ്ടാകും അതിനെപ്പറ്റി.
ഈ ഹുവാവി എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ ചൈനയിലുള്ള കമ്പനികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പിയടിക്കാരാണ്. അവർ ഒരുപാട് നല്ല പുതിയ ടെക്നോളജികൾ അവർ തന്നെ ഇൻവെൻറ്റ് ചെയ്യും. അതുകൂടാതെ മറ്റുള്ള കമ്പനികളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കോപ്പി അടിച്ചു കൊണ്ടുവന്ന് പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. അതായത് ഇപ്പോൾ അവർ തന്നെ പല കാര്യങ്ങളും ഇൻവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതോടുകൂടി തന്നെ വേറൊരു കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഐഡിയ കിട്ടുകയാണെങ്കിൽ അത് അവിടുന്ന് കോപ്പി അടിച്ചു കൊണ്ട് വന്നിട്ട് ഇവിടെ അത് പ്രാവർത്തികമാക്കാൻ പറ്റുകയാണെങ്കിൽ ഏതാണോ പെട്ടെന്ന് നടക്കുന്നത് അത് ചെയ്യുന്ന ഒരു ടീമാണ് ചൈന എന്ന് പറയേണ്ടി വരും. അപ്പോൾ ചൈനയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്നത് നോക്കിയയിലായിരുന്നു. ആ സമയത്താണ് നമ്മൾ നോക്കിയ ചൈനയിൽ പോകേണ്ടി വന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചൈനയിൽ നിന്ന് ഒരു നോക്കിയ ഫോൺ പ്രോഡക്റ്റ് ഇറക്കുന്നതിന് 6 മാസം മുമ്പെങ്കിലും അതേ പ്രോഡക്റ്റിൻ്റെ ഒരു കോപ്പി ചൈനീസ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടാകും. അത് നോക്കിയ എന്ന് മാത്രമല്ല, ഐഫോൺ ആണെങ്കിൽ ഇത് തന്നെയാണ്. ഐഫോണിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മോഡൽ 6-7 മാസം മുമ്പ് ചൈനയിൽ സെയിൽ നടന്നിരിക്കും. അതിനൊക്കെ കഴിഞ്ഞിട്ടേ ഇൻ്റർനാഷണൽ സെയിൽ നടക്കുകയുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കോപ്പി അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രാജ്യത്ത് അത് അലൗഡാണ്. അപ്പോൾ നമ്മുടെ സ്ഥലങ്ങളിലൊന്നും അത് അലൗഡല്ല, പക്ഷേ ചൈനയിലത് അലൗഡാണ്. ഇപ്പോൾ ഈ ഹുവാവി ചെയ്തിരുന്ന ചില കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതൊരു ടിപ്പിക്കൽ ചൈനീസ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകും. HP എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് നമുക്കറിയാലോ. അവർ വളരെ വലിയൊരു കമ്പനിയാണ്, ഹ്യൂലറ്റ് പാക്കാർഡ്. അവരുടെ ഒരുപാട് റൗട്ടറുകൾ അങ്ങനെ വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചറുകളിലുള്ള ഒരുപാട് ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരിക്കൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ HP-യിൽ വർക്ക് ചെയ്തിരുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ഈ റൗട്ടർ എന്ന് പറയുന്ന സംഭവമുണ്ട്. റൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇൻ്റർനെറ്റ് പല പല സ്ഥലങ്ങളിലേക്ക് റൗട്ട് ചെയ്ത് വിടാനായിട്ട് ഉപയോഗിക്കുന്നതാണ് റൗട്ടർ. ഈ റൗട്ടറിൻ്റെ കോഡ് മുഴുവൻ ഇവർ ആരൊക്കെയോ ഉള്ളിൽ കടത്തിയിട്ട് കോപ്പി ചെയ്ത് കൊണ്ടുവരികയുണ്ടായി. എന്നിട്ട് ഇവരുടേതായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്ത് ഇവർ ഒരു സോഫ്റ്റ്വെയർ സ്റ്റാക്ക് ഉണ്ടാക്കി അവരുടെ ഹാർഡ്വെയറിൽ അത് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലോജിക്കൊക്കെ സോഫ്റ്റ്വെയറാണ് കൺട്രോൾ ചെയ്യുന്നത്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന പെരിഫറലായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന എന്നിട്ട് ഇവർ റൗട്ടർ ഉണ്ടാക്കിയിട്ട് വളരെ കുറഞ്ഞ വിലയ്ക്ക് ഏഷ്യയിൽ മുഴുവൻ വിതരണം ചെയ്തു. അപ്പോൾ ഇവർ മേജറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹ്യൂലറ്റ് പാക്കാർഡിൻ്റെ പേരിൽ ഹുവാവിയുടെ പേരിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ ചില ലോഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രിൻ്റ് ചെയ്തതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീബഗ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലോഗുകൾ. അപ്പോൾ ഇത് അവർ മാറ്റാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ HP-യുടെ റൗട്ടർ സെയിൽ ഒരുപാട് കുറഞ്ഞു. ഏഷ്യയിലൊക്കെ റൗട്ടർ സെയിലിൽ ഹുവാവി പെട്ടെന്ന് മുമ്പിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഒരു 3 വർഷം സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും HP-യുടെ ഒരു സെർവറിലേക്ക് ഒരുപാട് ലോഗ് മെസ്സേജുകൾ വരികയാണ്. ഈ ലോഗ് മെസ്സേജുകൾ നോക്കുമ്പോൾ ഒരുപാടുണ്ട്. അവരുടെ റൗട്ടറുകളിൽ നിന്ന് മാത്രം വരേണ്ട മെസ്സേജുകളല്ലാതെ വേറെ പല സ്ഥലത്തുനിന്നും വന്നിരിക്കുകയാണ്. ഇവർ ഈ ലോഗ് മെസ്സേജുകൾ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവരുടെ സോഫ്റ്റ്വെയറുകൾ വേറെ ആരോ കോപ്പി അടിച്ചിരിക്കുന്നതാണ്. അങ്ങനെയാണ് ഹുവാവിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ടുള്ള അമേരിക്കയിലുള്ള നീക്കം ആദ്യമായിട്ട് നടന്നത്. അപ്പോൾ ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു സിസ്റ്റമാണ് അവരുടെ അടുത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞു വരാൻ ഞാൻ ഉദ്ദേശിച്ചത്, ഞാനിവിടെ ലോക്കലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ഹുവാവിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെയുള്ള ചില ബ്രില്യൻ്റായിട്ടുള്ള ഇന്ത്യക്കാരെ മറ്റ് കമ്പനികളിലേക്ക് അയച്ച് അവിടുന്ന് അവരുടെ കോഡ് അല്ലെങ്കിൽ അവരുടെ ടെക്നോളജി എല്ലാം കോപ്പി ചെയ്ത് കൊണ്ടുവരാൻ അവർ ശ്രമിക്കാറുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടീംസാണ് ചൈനയിലുള്ളത് എന്ന് ഞാനൊന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് സ്ട്രാറ്റജിക്കലായിട്ട് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് വേണം പറയാനായിട്ട്. അത് നമ്മൾ ഈ രാജ്യാന്തര ബന്ധങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അവർക്കൊരു സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് സംഭവിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്ക ആദ്യം പാകിസ്ഥാൻ്റെ കൂടെയായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ അവർ ആ സ്ട്രാറ്റജിക് അലയൻസ് ചെയ്തിട്ട് പാകിസ്ഥാനെ സഹായിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ഇന്ത്യ റഷ്യയുമായിട്ട് നിന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അമേരിക്കയ്ക്ക് മനസ്സിലാകുമെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഒരു റിലയബിളായിട്ടുള്ള പാർട്ട്ണർ അല്ലെന്ന് മനസ്സിലായതുകൊണ്ട് അമേരിക്ക പെട്ടെന്ന് അവരുടെ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ടായി.
എന്നിട്ട് അമേരിക്ക ഇന്ത്യയുടെ കൂടെ നിൽക്കുകയുണ്ടായി. ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചൈനയും പാകിസ്ഥാനും അതുപോലെ തന്നെ ഒരു ബന്ധം ഉണ്ടാക്കിയിരുന്നു ഇനീഷ്യലായിട്ട്. പക്ഷേ ചൈന പാകിസ്ഥാൻ്റെ കൂടെ സ്റ്റിക്ക് ചെയ്ത് നിന്നു. ഈ സമയത്ത് ചൈന ഇന്ത്യയുടെ കൂടെയായിരുന്നു നിന്നിരുന്നെങ്കിൽ നമ്മൾ ഏഷ്യ വുഡ് ഹാവ് റൂൾഡ് ഹോൾ വേൾഡ്. അതായത് എല്ലാ രാജ്യങ്ങളെയും നമ്മളെ ഏഷ്യക്കാർക്ക് റൂൾ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓർത്ത് നോക്കൂ, ചൈന ഇന്ത്യ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ജനസംഖ്യയുടെ കാര്യത്തിൽ, ടെക്നോളജിയുടെ കാര്യത്തിൽ, എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലൊക്കെ നമ്പർ 1 ആയിപ്പോവാൻ ഇത്രയും സ്ഥലങ്ങൾ മാത്രം. അതുകൂടാതെ നമുക്ക് ജപ്പാനുണ്ട്, കൊറിയയുണ്ട്, റഷ്യയുണ്ട്. ഇങ്ങനെയുള്ള ഇത്രയും രാജ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ ഏഷ്യയുടെ കൺട്രോളിലാകുമായിരുന്നു. അപ്പോൾ ചൈനയ്ക്ക് അത് പോട്ടെ, ഇന്ത്യയും ചൈനയും മാത്രം ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ തന്നെ അതൊരു വളരെ വലിയ ശക്തിയായിട്ട് മാറുമായിരുന്നു. അപ്പോൾ ചൈനയെ എന്താണ് ഇന്ത്യയുമായിട്ട് ഒന്നിച്ച് നിൽക്കാൻ സഹായിക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിനുള്ള കാരണം പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധമല്ല. ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ഇന്ത്യയുടെ ബോർഡർ ഇഷ്യൂസ് സോൾവ് ചെയ്യണം. അതിനാദ്യം ചെയ്യേണ്ടത് അക്സായി ചിഹ്നം നമുക്ക് വിട്ടുതരണം. രണ്ടാമത്തെ കാര്യം, അരുണാചൽ പ്രദേശിനെ കുറിച്ച് അവർക്കുള്ള താല്പര്യം അവർ ഒഴിവാക്കണം. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവർ തോറ്റ പോലെ ഉള്ള ഒരു ഫീലിംഗാണ് ഇൻ്റർനാഷണൽ ലെവലിലുണ്ടാകുക. അത് അവർക്ക് സഹിക്കുന്നതിലും വലുതാണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് ചൈന ഇന്ത്യയുമായിട്ട് ഒരു സഹകരണത്തിന് വരാത്തത്. ആ സമയം ഇപ്പോൾ ചൈനയിൽ ഒരു ഭരണമാറ്റം വരികയാണ്. ചൈനയിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കോവിഡിന് ശേഷം ചൈനയിൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് തകർന്നു. റിയൽ എസ്റ്റേറ്റ് തകരുക എന്ന് പറയുന്നത് തന്നെ ഒരു രാജ്യത്തിൻ്റെ എക്കണോമി ഡൗൺ ആകുന്നതിൻ്റെ ഏറ്റവും വലിയ ഇൻഡിക്കേഷനാണ്. അപ്പം അവിടെ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു അവസരമാണ് പോസ്റ്റ് കോവിഡ് ഉണ്ടായത്. അവരെങ്ങനെയാണ് പിടിച്ചു നിന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ വാർ നടക്കുന്നതുകൊണ്ട് മാത്രമാണ് അവർ പിടിച്ചു നിന്നത്. കാരണം റഷ്യക്ക് സപ്പോർട്ടായിട്ട് ചൈനയാണ് നിൽക്കുന്നത്, അവർക്കുള്ള സപ്ലൈസ് കൊടുക്കുന്നത് ചൈനയാണ്. അങ്ങനെ ഒറ്റ കാരണത്താൽ പിടിച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ കൂടെ ചൈനയിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ കുന്നുകൂടി കിടക്കുകയാണ്. അവർക്ക് അവരുടെ പ്രൊഡക്ഷൻ അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. കാരണം എത്രയോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഫാക്ടറികൾ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് അവർക്ക് അവരുടെ പ്രൊഡക്ഷൻ നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ത്യയുമായിട്ട് അവർക്കൊരു കണക്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഈസി ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ അവർക്ക് സെല്ല് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യുന്ന വസ്തുക്കൾ നമുക്ക് ഈസി ആയിട്ട് മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് ചൈനയിലേക്ക് നമുക്ക് വിൽക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകുമായിരുന്നു. രണ്ട് രാജ്യങ്ങൾക്കും അത് നല്ലതായിരുന്നേനെ. പക്ഷേ ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ട് ഒന്നിച്ച് പോകാനുള്ള ഒരു പ്ലാനുമില്ല. ഇന്ത്യ റെഡിയാണ്. കാരണം ഇന്ത്യക്ക് നമ്മുടെ ഈ ബോർഡർ ഇഷ്യൂസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ റെഡിയാണ്. അല്ലെങ്കിൽ ഓർത്തു നോക്കൂ, ഇന്ത്യയെപ്പോലുള്ളൊരു രാജ്യം നമ്മൾ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ കറാച്ചി വരെ പിടിച്ചെടുത്തതിന് ശേഷം പോലും ശ്രീനഗറിലെ കരാർ കാരണം നമ്മളുടെ രാജ്യത്തിൻ്റെ ബൗണ്ടറി പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അല്ലെ, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ നമുക്ക് ഈസി ആയിട്ട് ബാർഗെയിൻ ചെയ്ത് മേടിക്കാമായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കിന് വില കൊടുക്കുന്നവരാണ്. പക്ഷേ ചൈനയൊന്നും അങ്ങനെയുള്ളൊരു രാജ്യമല്ല എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇത് ഒരു വലിയ ഇഷ്യൂ ആണ്. സ്ട്രാറ്റജിക്കലായിട്ട് ചൈന ഒരു മിസ്റ്റേക്ക് ചെയ്തു എന്ന് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പം ആ മിസ്റ്റേക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ അത് ഇന്ത്യക്കും ചൈനയ്ക്കും ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമായിരുന്നു. ഇനിയിപ്പം വേറെ എന്തെങ്കിലും പോരും. ലോബിയിങ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ശക്തമായ ഒരു രാജ്യമാണ് ചൈന. അവർ ഒരുപാട് ലോബിയിങ് പല തരത്തിൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി അവർക്ക് തന്നെയുണ്ട്. ഇപ്പം മലേഷ്യയിലാണെങ്കിൽ ഒരു ഹ്യൂജ് കമ്മ്യൂണിറ്റി ഉണ്ട്, സിംഗപ്പൂരിലൊരു ഹ്യൂജ് കമ്മ്യൂണിറ്റി ഉണ്ട്, US ചൈനീസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. അവർ ലോബിയിങ് പലതരത്തിലും നടത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ പോസ്റ്റ് കോവിഡ് ആയതിന് ശേഷം അവരുടെ ലോബിയിങ് അത്ര പവർഫുള്ളല്ല എന്ന് വേണം പറയാൻ. ഇത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഒരവസരമാണ്. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓൾറെഡി സൗത്ത് അമേരിക്കൻ കൺട്രീസിൽ, ആഫ്രിക്കൻ കൺട്രീസിലെല്ലാം അവർ പോയിട്ട് ഒരുപാട് പണം മുടക്കിയിട്ട് ഒരുപാട് മിനറൽസും കാര്യങ്ങളൊക്കെ അക്വയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് ഒരുപാട് ബെനിഫിറ്റ് ഇനി വരുന്ന കാലങ്ങളിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവരുടെ എക്കണോമി അത്ര നല്ല സേഫായിട്ടുള്ളൊരു കണ്ടീഷനിലല്ല. ഈ സമയത്ത് അവർ സാധാരണഗതിയിലൊരു വാറിനൊന്നും പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉരുളയ്ക്കുപ്പേരി പോലെ ഇന്ത്യയും അവർക്കെതിരെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാമല്ലോ ഡോക്ലാമിലുണ്ടായിരുന്ന പ്രശ്നം, പിന്നെ അരുണാചൽ പ്രദേശിലെ പല പേരുകളൊക്കെ അവർ ചൈനക്കാർ മാറ്റിക്കൊടുത്തായിരുന്നു. അതിന് പകരമായിട്ട് ഇന്ത്യ ഇപ്പോൾ ടിബറ്റിലുള്ള പല പ്രദേശങ്ങൾക്ക്, മലകൾക്ക്, പുഴകൾക്കൊക്കെ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള നെയിമുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മോദി അധികാരത്തിൽ കയറിയതിന് ശേഷം തായ്വാനിൽ നിന്നുള്ള പ്രസിഡൻറ്റ് കൺഗ്രാജുലേഷൻ പറഞ്ഞപ്പോൾ അതിന് എപ്പോഴും തായ്വാൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള റെസ്പോൺസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ആ കോൺഫ്ലിക്റ്റ് കുറച്ച് കൂട്ടിക്കൊണ്ടുവരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അത് അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്നും അടി കൊണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യയും പവർഫുള്ളായിട്ടുള്ളൊരു രാജ്യമാണ്. ഒരു കാര്യം ഞാൻ വീണ്ടും പറയാൻ ഉദ്ദേശിക്കുകയാണ്. ചങ്കില ചൈന എന്ന് പറയുന്ന സഖാക്കന്മാരൊന്ന് മനസ്സിലാക്കുക, അത് നമ്മുടെ ശത്രു രാജ്യമാണ്. അപ്പോൾ അവരുടെ എല്ലാ പോളിസിയും നമ്മൾ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടില്ല. അവിടെ ഉള്ളത് കമ്മ്യൂണിസം അല്ല എന്ന് മനസ്സിലാക്കുക. അവിടെ ഉള്ളത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പക്ഷേ അവിടെ നടക്കുന്നത് ഏകാധിപത്യവും ക്യാപിറ്റലിസവുമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.